LDF കാഞ്ഞങ്ങാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന പരിപാടികൾ നടന്നത് ക്ഷേമത്തിനും കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 5 വർഷക്കാലത്തെ ഭരണത്തിന്റെ മികവ് കൊണ്ടാണ് 2021 വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം 10 വർഷത്തെ ഭരണത്തിന്റെ മികവാണ്. 10 വർഷം കേരളത്തിൽ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായില്ല. എപ്പോഴെല്ലാം കേരളം UDF ഭരിക്കുന്നുവോ അപ്പോഴെല്ലാം വർഗീയ കലാപങ്ങൾ ഉണ്ടാകും. അതാണ് ചരിത്രം. കാസർഗോഡ് വർഗീയ കലാപം ഉണ്ടായ കാലം നിങ്ങൾ ഓർക്കണം. അന്ന് UDF ആയിരുന്നു കേരളം ഭരിച്ചത്. 71 തലശ്ശേരി കലാപം UDF ഭരണകാലത്താണ്. കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. മാറാട് 1ഉം 2ഉം കലാപം നടക്കുമ്പോൾ UDF ആയിരുന്നു കേരളത്തിൽ അധികാരത്തിൽ. AK ആന്റണി ആയിരുന്നു അന്ന് കലാപഭൂമിയിൽ സന്ദർശിക്കാൻ പോലും AK ആന്റണിയോടൊപ്പം സഹമന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയെ കയറ്റിയില്ല. RSSന് കീഴടങ്ങിയവർ. നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, E ചന്ദ്രശേഖരൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, NCPS ജില്ലാ ജനറൽ സെക്രട്ടറി ഉദനൂർ സുകുമാരൻ, ISJD ജില്ലാ പ്രസിഡന്റ് PP രാജു, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PT നന്ദകുമാർ, RJD ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, INL മണ്ഡലം സെക്രട്ടറി KCA മുഹമ്മദ് കുഞ്ഞി, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് കരുവളം, RSP ജില്ലാ സെക്രട്ടറി VK രമേശൻ എന്നിവർ സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, VK രാജൻ, സജി സെബാസ്റ്റ്യൻ, PP രാജൻ, രാഹുൽ നിലാങ്കര, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കൃഷ്ണൻ ഒക്ലാവ്, KV സുജാത, PK നിശാന്ത്, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി തുടങ്ങിയവരും സംബന്ധിച്ചു. മണ്ഡലം കൺവീനർ KV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി VK രാജനെ ചെയർമാനായും KV കൃഷ്ണനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.